ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്കറിയാം ഞാൻ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ടെന്ന്. സോ ഇന്ന് ഞാൻ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പുതിയ ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ ഇത് ഇട്ട് നോക്കണമെന്ന് തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇട്ട് നോക്കാം, പ്ലസ് ഒരു മേക്കപ്പും കൂടെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അതൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത്. കാരണം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നിട്ടില്ല. സാരമില്ല, നമുക്ക് ഇനിയും ടൈമുണ്ടല്ലോ. ഞാനിത് ഏത് പരിപാടിക്ക് ഇടാനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ചുമ്മാ അവിടെ ഇരിക്കണം കണ്ടു, ഞാൻ മേടിച്ചു. ഓഫ് കോഴ്സ് ആർക്കാണേലും എനിക്കിപ്പോൾ ഒരു സാധനം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അതൊന്ന് ഇട്ട് നോക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം എനിക്കങ്ങനെയാണ്. ഞാൻ മാലയൊക്കെ ആണെന്ന് വിചാരിച്ചത്, പക്ഷേ മാലയൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് കൊന്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വള കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തിട്ട്, പൊട്ടും വളയുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് കൊണ്ടിട്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എന്നും ചെയ്യുന്ന ഷെയ്ഡല്ല, കുറച്ചുകൂടെ വേറൊരു ഷെയ്ഡ്. ഐലൈനർ കണ്ണിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാറുള്ളതല്ല, പക്ഷേ ഇന്നെനിക്ക് എഴുതണം എന്ന് തോന്നി, ഞാൻ എഴുതി. അതും ഞാൻ ചെയ്യണതിതെല്ലാം 8 മണി കഴിഞ്ഞിട്ടാണ്. എന്ത് അടിപൊളിയല്ലേ, എൻ്റെ കാര്യമല്ല അങ്ങനെ. ഇപ്പം നമ്മുടെ ഔട്ട്ഫിറ്റൊക്കെ ഇങ്ങനെയാണ്. സോ ഇതൊരു ടോപ്പ്. ഇതിൻ്റെ ശരിക്കുള്ള പാൻറ്റ് ഇതല്ല കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പാൻറ്റ് ഒരു റെഡ് പലാസോ പാൻറ്റാണ്. പ്ലസ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ആക്കാതെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഷോളും വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇതിൻ്റെ കൈ കിട്ടി ജീൻസും കൊണ്ട് ജീൻസ് എടുത്തിട്ടേ ഉള്ളൂ. പുറകിൽ സിബും പിന്നെ വള്ളിയും വരണുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നണത് ഇതൊരു മജന്ത കളറാണെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി നല്ല ബ്രൈറ്റ് റെഡ് ആട്ടോ. പിന്നെ കുറേ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിൽ. ഭയങ്കര ബീഡ്സിൻ്റെ ഒക്കെ വർക്കാണ്, നല്ല എറിച്ച് നിൽക്കണതാണ്. പിന്നെ പൊട്ട് എന്ന് പറയണത് എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇതിനൊക്കെ നെയിൽ പോളിഷൊക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്, സമയമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്ലീവ്ലെസ് ആണ്. സ്ലീവ് ഉള്ളത് കൊണ്ട്, സ്ലീവ് ഇല്ലാത്തത് കൊണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ ജസ്റ്റ് ചൂസ് സ്ലീവ്ലെസ്. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാവൻഡർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഈ റെഡ് ഉണ്ടായിരുന്നു. എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. ബ്ലാക്ക് നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇടാൻ പറ്റത്തില്ലല്ലോ. ലൈക്ക് ഞാൻ മെൻഡ് ചെയ്തത് ബ്ലാക്ക് നമുക്കിങ്ങനെ ഒരു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ഇടാൻ ഞാനിങ്ങനെ ഇടാറില്ല. പക്ഷെ എനിക്ക് ഇടാൻ ഇഷ്ടമൊക്കെ, പക്ഷെ ഞാനങ്ങനെ ഇടാറില്ല. പക്ഷെ എനിക്ക് റെഡും ബ്ലാക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് റെഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ റെഡ് അങ്ങനെ ചൂസ് ചെയ്തു. മേക്കപ്പ് ഞാൻ ചെയ്യാനെടുത്ത സമയം തന്നെ 1/2 മണിക്കൂർ എടുത്തു. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എന്തിനാണ് ഇത് ചെയ്തത്. കുറച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ടാട്ടോ ഞാനിത് ചെയ്തത്. ഇവൻ മുടി വരെ അഴിച്ചിട്ട് കുറച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മേക്കപ്പും ഡ്രസ്സും ജീൻസും എല്ലാം ഇട്ടത്. ഇപ്പം തന്നെ അമ്മ 8 മണി കഴിയുമ്പോൾ അമ്മ വരും ഡ്യൂട്ടിയിൽ നിന്ന്. അപ്പോൾ അമ്മ വരുമ്പോഴേ ചോദിക്കാൻ പോണേ, ഇതൊക്കെ എന്തിനാ എടുത്തിട്ട് ഇപ്പോഴേ, നമ്മളവിടെ പോകുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയും ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാ. അതെ ഗൈസ്, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനാണല്ലോ, എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ TV കാണുമായിരുന്നു. അപ്പോഴത്തേനും ഒരു ആഡ് വന്നു. അപ്പോൾ ആ ആഡിൽ ആ ചേച്ചി മേക്കപ്പ് പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്നെന്തോ ഒരു ആഡായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ചുമ്മാ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് ഇടാമെന്ന്. അങ്ങനെ ഈ ഡ്രസ്സും പിന്നെ ഈ ജീൻസും. എനിക്കിതിൻ്റെ പാൻറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ പാൻറ്റ് ഇപ്പം എനിക്ക് ജീൻസ് വേണമെന്നുണ്ടായിരുന്നു, പാൻറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജീൻസ് ആയിരുന്നു എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ജീൻസ് പെട്ടെന്ന് എടുത്തു. പിന്നെ ഈ ജീൻസ് ഇട്ടുകൊണ്ട് ഇപ്പം എൻ്റെ 2ാമത്തെ വീഡിയോ ആണിത്. അഫ്കോഴ്സ് എനിക്ക് ഈ ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്.
എന്താണെന്നറിയത്തില്ല, അറിയാത്ത ഇഷ്ടം എനിക്കിതിനോട്. എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും എവിടെ പോയാലും ലൈക്ക് ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ഈ ജീൻസ് ഇട്ടിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് കാഷ്വൽ വെയറിന് വരെ ഞാൻ ഈ ജീൻസ് ഇട്ടുകൊണ്ടിരുന്നത്. വീട്ടിൽ പിന്നെ ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു തോന്നലൊന്നും എനിക്ക് തോന്നിയില്ല വീട്ടിലും കൂടെ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കാൻ. ഇല്ലായിരുന്നു വീട്ടിലും കൂടെ ജീൻസ് ഇടേണ്ടതെന്ന്. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം ഈ ജീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നൊന്നും അറിയത്തില്ല, നാട്ടിൽ നിന്ന് പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നതുപോലെ ആയിപ്പോയി. 15 days എന്തോ പെട്ടെന്ന് പോയതുപോലെ ആയിപ്പോയി. അങ്ങനെ ഓക്കെ. സോ അപ്പം അങ്ങനെ തന്നെ. അപ്പം എനിക്ക് ഇങ്ങനെ ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഈ ഡ്രസ്സും വേറെ കുറേ ഡ്രസ്സൊക്കെ മേടിച്ചു, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ല. എൻ്റെ ഒരു ഹാബിറ്റ് അങ്ങനത്തെ ഒരു ഹാബിറ്റാണ്. ലൈക്ക് ഓരോന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യും. ഇല്ല, എനിക്കൊരു മനസ്സുഖയില്ല. ഇപ്പോൾ എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു, ചെക്ക് യുവർ ബാറ്ററി പവർ ഓർ ഇറ്റ് മേ ബി പവർഡ് ഓഫ്. അപ്പം ബാറ്ററി പവർ വരെ ഞാൻ ഇല്ലാണ്ടാണ് ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നോക്ക് ഗൈസ്. വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേനും ബാറ്ററി പവറില്ലെന്ന് ഫോണിന്. എന്താണേലും ഞാനൊരു ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാരില്ല, നമുക്ക് ഈ വീഡിയോ അങ്ങ് തീർത്തിട്ട് പോയാൽ മതി. നോക്കാം, 15% ഇല്ലേ, അത് മതി. ഫോണിനോട് പറഞ്ഞിട്ട് ഫോണിന് കാര്യമില്ല. 15% ഉണ്ടല്ലോ, അത് മതി. എൻ്റെ റെഗുലർ ഫോണിലല്ല ഞാൻ ഷൂട്ട് ചെയ്യണത്, ബിക്കോസ് ഈ ഫോണിന് അത്രയും ക്യാമറ ക്വാളിറ്റി അല്ല, ക്ലാരിറ്റി. റൈമിങ് ആണല്ലോ, അപ്പോൾ അതും മാറിപ്പോവും. എനിക്കെല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫോണിന്, എൻ്റെ റെഗുലർ ഫോണിന് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വേറൊരു ഫോൺ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ പഴയ ഫോണാണ്, പക്ഷേ ക്യാമറ ക്ലാരിറ്റി ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് മികച്ചിട്ട് വേണം ഒരു ഫോണൊക്കെ മേടിക്കാൻ. അങ്ങനെ. അപ്പം ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. അപ്പം നിങ്ങളുടെ ഇത്രയും സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി പറയണം. പിന്നെ കഴിഞ്ഞ ക്രോഷേ വീഡിയോയിൽ ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അതൊരു സിംഗിൾ ക്രോഷേ ആയിപ്പോയി. എന്ത് ചെയ്യാനാ, എനിക്ക് സിംഗിൾ ക്രോഷയും ചെയിൻ സ്റ്റിച്ചും അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഒരു സമയമായിരുന്നു, ഞാൻ ജസ്റ്റ് പഠിച്ചിരുന്നപ്പോഴേ വന്ന് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആ ഷോർട്സ് നിങ്ങൾ എൻ്റെ കാണണ്ട, വേറെ ആൾക്കാരുടെ കണ്ടാൽ മതി. കാരണം എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഞാൻ അത് എടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന്. അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാൻ എടുത്തിട്ടേന്ന്. ഞാൻ ആക്ച്വലി ഇത് ചുമ്മാ എടുത്തിട്ടതാണ്, പക്ഷേ അത് കഴിയുമ്പോഴല്ലേ എൻ്റെ ഫ്രണ്ട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ചെയിൻ സ്റ്റിച്ചായിരുന്നു. ഡോണ്ട് വറി, നമ്മൾക്ക് കിട്ടും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം അങ്ങനെ. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ അമ്മ വരാറായി. ഞാനെന്താ ഇങ്ങനെ അങ്ങോട്ടും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിൻഡോയുടെ അവിടെ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വരുന്നുണ്ടോ എന്ന് കാണാം. നടന്നാൽ വരുന്നെങ്കിൽ ഇതിലേ വരും, നടന്നല്ല വരുന്നെങ്കിൽ കാരണം വരുന്നെങ്കിൽ ദൂരത്തിലേ വരും. ലൈക്ക് ഇത് ഫുള്ളൊരു എന്താ പറയുക, ഇതാണ് വിൻഡോയാണ്. ഞാൻ നിങ്ങൾക്കൊരു ദിവസം ഒരു ഹോം ടൂർ ആണ്. എൻ്റെ സ്വന്തം വീടല്ല, സോ സ്വന്തം വീടൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാമല്ലോ. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾ കേൾക്കണത്. ഞാനൊരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. ഡാൻസൊക്കെ ഷൂട്ട് ചെയ്തു, പക്ഷേ അത് നല്ലതാണോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. ഞാൻ അത്ര നന്നായി ഡാൻസൊന്നും കളിക്കത്തില്ല. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ ഡോണ്ട് പ്ലേ ലൈക്ക് ഞാൻ ഡാൻസ് അങ്ങനെ കളിക്കണ കൂട്ടത്തിൽ ഉള്ളതല്ല. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ഡാൻസ് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഞാൻ അങ്ങനെ കളിക്കാറില്ല. വൺസ് എനിക്ക് ഡാൻസ് ഇഷ്ടമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ, പക്ഷേ ഇപ്പം എനിക്കിഷ്ടമല്ല. ബട്ട് ഞാൻ കളിക്കും കേട്ടോ.
ഇങ്ങനെ ഇപ്പം എനിക്ക് ഈ ലുക്കിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ പൊട്ടും ഈ ലിപ്സ്റ്റിക്കുമാണ്. പിന്നെ ഐലൈനർ പിന്നെ ഹൈലൈറ്റ് ആകാനായിട്ടാണോ നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല. അയ്യോ പറയൂ. ഓ അടുത്ത് നോക്കിയപ്പോൾ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് മനസ്സിലായി. ഇതൊക്കെ എങ്ങനെയാണ് ഗൈസ്, എൻ്റെ കാര്യങ്ങളല്ലേ. അങ്ങനെ നാളെ നമ്മൾ പുതിയൊരു മാസം മെയ്യിലോട്ട് പോവാണ്. അപ്പം ഐ വിഷ് യു എ വണ്ടർഫുൾ മന്ത്. ടേക്ക് കെയർ ആൻഡ് എന്ത് പറയും, ടേക്ക് കെയർ ആൻഡ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ മന്ത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തുക. ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്ന്. ഇല്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ പോലെ ആകരുതല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സും. നിങ്ങൾ നല്ലോണം പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ആ മന്തിൽ, അതായത് മെയ്യിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ ഈ മന്തിൽ ഏപ്രിലിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽ ഡൺ ഗൈസ്, വെൽ ഡൺ, കീപ് ഗോയിങ്. നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു കാര്യം ചെയ്തെന്ന് തന്നെ വെച്ചോ. നിങ്ങളിപ്പം എന്താ പറയുക, ചെടിക്കൊന്നും അങ്ങനെ വെള്ളമൊഴിക്കുന്ന ആളല്ല. പക്ഷെ നിങ്ങൾ ഏപ്രിലിൽ ഫുള്ള് ചെടിക്ക് വെള്ളമൊഴിച്ചു, അമ്മേനെ സഹായിച്ചു. അതൊന്നും കുഞ്ഞു കാര്യങ്ങളല്ല ഗൈസ്, അതൊക്കെ അത്യാവശ്യം വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അതെല്ലാം അത്യാവശ്യം ഇച്ചിരി വലിയ കാര്യം. കാരണം ഞാനതൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. സോ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഇപ്പം ഇംഗ്ലീഷ് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ലേറ്റർ. ബൈ ബൈ ആൻഡ് ഹാവ് എ നൈസ് വണ്ടർഫുൾ ചിൽ May month. I wish you all the best. Bye. See you later.